എത്ര ആളെ വിളിച്ചിട്ട് കോഴിയാക്കണേ? ഹലോ ഹലോ. ഹലോ. ഞാൻ അണ്ടർ വിച്ചാപ്പാണ്. ഹലോ പറയൂ. വിച്ചാപ്പാണ്. ഞാൻ എന്തൊക്കെയാണ് ഈ നേരത്തെ വിളിച്ചപ്പോ ഒരു ചങ്ങായി കോഴിയാക്കാണ്ടോണ്ട് കട്ടാക്കിയേക്ക. ഞാനായതുകൊണ്ട് ക്ഷമിച്ചു. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുനി. എന്റെ പേര് ബിച്ചാപ്പ്, അണ്ടർ ബിച്ചാപ്പ് എന്ന് പറഞ്ഞാൽ മതി. ചെങ്ങാടി ചക്കപ്പള്ളി വന്ന് അന്വേഷിച്ച ആരും കാട്ടി തരും. പേരൊക്കെ ചെറിയ പേരാണ്. ബിച്ചാപ്പു ബ്രാക്കറ്റിൽ അണ്ടർ ബിച്ചാപ്പു എന്നിട്ടാ മതി. അണ്ടർ ബിച്ചാപ്പു പറഞ്ഞാലേ അറിയുള്ളൂ. അണ്ടർ ബിച്ചാപ്പു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ആൾക്കാരൊക്കെ. അങ്ങനെ എഴുതിയത്. വിച്ചാപ്പു അണ്ടർ വിച്ചാപ്പ പറയാ. നമ്മള് കോഴി വണ്ടിയിലാണ്. ഇപ്പൊ നേരം മുള വണ്ടി കയറിയത്. അതാലത്ത് പറഞ്ഞ വലിയ പേരേനി. ആകെ 3 ഇംഗ്ലീഷ് ആണുള്ളൂ. ഫുൾ ഓപ്ഷൻ, എഡീഷൻ, എഫക്റ്റ്. അതാ നിങ്ങള് കോഴി വണ്ടി പറയുമ്പോ ഓണ പറഞ്ഞ ഇംഗ്ലീഷ് ഇപ്പൊ അതാണ്. യെസ്, അതന്നെ. വിച്ചാപ്പു, അണ്ടർ വിച്ചാപ്പു എന്ന് വിളിക്കും. ഞാൻ എന്തൊക്കെയാണ് നമ്മള് ഡോക്യുമെന്റ് ഇപ്പൊ 20 രൂപ കൂപ്പണൊക്കെ ഇറക്കീനല്ലോ. 20 രൂപ കൂപ്പല്ലേ? കൂപ്പനില്ലേ കൂപ്പൻ? 20 രൂപയുടെ കൂപ്പൺ വന്നിട്ടില്ലല്ലോ. 10. കൂപ്പൻ മാന്തിയപ്പോളേ കൂപ്പന്റെ ബാക്കില് മറ്റേ ഒരു കറുത്ത ഇതടിച്ചില്ലേ, പെയിന്റ് അടിച്ചില്ലേ? അത് മാന്തണ സ്ഥലല്ലേ? ഞാൻ പറയുന്ന വിവരങ്ങൾ താങ്കൾക്ക് വ്യക്തമാവുന്നുണ്ടോ? അതാണ് ഞാൻ നിങ്ങളെ ഒന്നും മുണ്ടണില്ല, അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളെത്ത് വിചാരിച്ചത് വസ്തുറ. ഞാൻ അത് മാന്തിയപ്പോ ഒരു ഇതിന്റെ കുറച്ചിനും മാന്തി കഴിഞ്ഞ ഒരു തുഞ്ചു കുൻപ് പൊന്തിക്കൂലേ ഇതിന്റെ? അത് അതെ അതന്നെയാണ്. പക്ഷെ എനിക്കൊരു കുഴപ്പം പറ്റി. അതായത് ഞാൻ കുറച്ച് മാന്തിയപ്പോ പിന്നെ കിട്ടണില്ല. ഞാൻ കുറച്ച് തുപ്പലാക്കിയാണ് മാന്തിയപ്പോ ഒക്കെപ്പാടെ പൊളിഞ്ഞാണ് പോകുന്നത്. അതിനിപ്പോ താട്ടാ അതിന്റെ ഫുൾ ഓപ്ഷൻ തുപ്പലാക്കി മാന്തിയപ്പോ പൊളിഞ്ഞു പോന്ന്. അതിനെന്തേലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞേരി. അതിന്റെ ഫുൾ ഓപ്ഷൻ പറഞ്ഞാ നമ്മളെ റെഡിയാക്കി. അല്ല, ഇത് തുപ്പലാക്കി മാന്തിയപ്പോ പൊളിഞ്ഞു പോകുന്നു. ഇത് ഇനി രണ്ടാമത് ഇനി നമ്പർ കാണാൻ വല്ല എന്തേലും ഐഡിയ എന്തേലും ഉണ്ടോന്ന് ചോദിച്ചാ. അത് ഞാൻ പറഞ്ഞ ഇങ്ങളടുത്തത് സംഭവിച്ച തെറ്റല്ല ശരിക്ക്. നിങ്ങളിത് ഈ പെയിന്റ് അടിച്ച് ശരിക്കും കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇതിന്റെ എഡിഷൻ ശരിക്കും കറക്റ്റ് ആകാത്തോണ്ടാണ്. ശരിക്കും ഇതിന്റെ എഫക്റ്റീവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട്. അല്ല, ഈ എനിക്ക് തന്നിട്ടൊരു കൂപ്പൺ എന്തോ ഇത് പറ്റീന്. അല്ല ഇപ്പൊ ഞാൻ വാങ്ങുമ്പോ ഞാൻ പോയി എത്ര കാലം കൂപ്പൺ ഡെയിലി വാങ്ങിച്ചാണ് 50-100 അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു ഭർത്താനുള്ള കേസല്ല. പക്ഷെ ഞാൻ അത് മാന്തിയപ്പോ തുടക്കത്തിലെ ഇതൊരു വസ്തസ്ക് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഇതുണ്ട്, ഇത് ആപ്പാടെ ഇതാവുന്നു. ഞാൻ കുറച്ച് തുപ്പലൊക്കെ ഒന്ന് മാന്തിക്കണം. അത് ഈ കടലാസൊക്കെ പൊളിഞ്ഞാണ് പോകുന്നത്. ഇതിന്റെ എഫക്റ്റ് എനിക്ക് വന്നിട്ടില്ല. ശരിക്കും ആ കറുപ്പ് പെയിന്റ് അടിക്കുമ്പോ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെന്തായാലും ഫുൾ ഓപ്ഷൻ ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങള് എന്താ വെച്ചാൽ നിങ്ങളെ ഈ കൂപ്പെടുമ്പോ ഈ പെയിന്റ് അടിച്ചിട്ടുണ്ടോ അതേമാതിരി നിങ്ങളെ സിം ഉണ്ടല്ലോ. ഇന്റെ നാള് ആദ്യം ഒരു ഡോക്യുമെന്റ് സിം ഉണ്ടായിരുന്നു. അതുമാതിരി ഞാൻ പറഞ്ഞു എനിക്ക് കോഴി വണ്ടിയിലെ ഏർപ്പാട്. അപ്പൊ കോഴി വെട്ടലും ഉണ്ട്. പിന്നെ ഇപ്പൊ മുളവണ്ടി കയറുന്നുള്ളൂ. ഒന്നാൾ കോഴി വെട്ടിയപ്പോ എനിക്ക് ചോരായിട്ട് ഞാൻ മാന്തി കളഞ്ഞതാണ്. അതിനും അതന്നെ ടാറ്റ ഡോക്യുമെന്റ് പറയണേ. അതിമിക്കിന്റെ സിമ്മിക്ക് ഒരു തുള്ളി ചോരായതിന് ഞാനതൊന്ന് മാന്തി കളഞ്ഞതാ. സിം അടക്കം പൊളിഞ്ഞാട് പോകുന്നു. എന്നിട്ട് ഞാൻ പുതിയ ഡൂബിൾ സിം എടുത്തില്ലേ, 45 ഉറുപ്പ്യ കൊടുത്താണ്ട് ഞാൻ അണ്ടർ വിച്ചാപ്പ് പുതിയ സിം എടുത്ത്. അതൊക്കെ ഇനി വൈകുന്നേരം വരെ നമ്മള് കോഴി വണ്ടി പോയി നയിച്ചിട്ടങ്ങനെ കായാണ് ഈ പോണത്. സങ്കടം ഉണ്ട്. ഇപ്പൊ ഈ 10 ഉറുപ്പ്യ തരും വേണ്ടില്ല. നിങ്ങളൊരു വണ്ടി മതി പറയല്ലത്. ആലോചിച്ചപ്പോ വിഷമണ്ടത്. നിങ്ങൾക്കൊക്കെ അവിടെ കുത്തി അങ്ങനെ പറഞ്ഞാ മതി. ഇത് മനുഷ്യനവിടെ ഇതിന്റെ ഇടങ്ങാരൊക്കെ അനുഭവിക്കുന്നത്. ശരി, 20 ഉറുപ്പ്യ പോയി. അല്ല തമാശ പറയല്ല.
സർ എന്ത് ഇൻഫോർമേഷൻ ആണ് താങ്കൾക്ക് അറിയേണ്ടതെന്ന് ആദ്യം പറയൂ. ഞാൻ പറഞ്ഞത് നിന്റെ 20 ഉറുപ്പ്യ പോയിക്കണ്. അത് എവിടെയാണ് പോയത്? എവിടെയാണ് പോയത്? ഞാൻ എന്റെ കീസിന്ന് ചാടി പോയതല്ല. 20 ഉറുപ്പ്യ ഞാൻ പീടിയെന്ന് താഴത്ത് സിബുവിന്റെ നിങ്ങള് സിബുവിന് നിങ്ങള് ഡോക്യുമെന്റ് ഇത് കൂപ്പൺ അവിടെ പീടി കൊടുക്കണ്ടെങ്കിൽ അത് അവിടുന്ന് അണ്ടർവീച്ചാപ്പ് കൂപ്പൺ വാങ്ങിന്. അത് മാന്തിയപ്പോ കുറച്ച് പൊളിഞ്ഞ് പോന്നതിന് തുപ്പലാക്കി മാന്തിയപ്പോ മൊത്തം പോയിന്. അല്ല നിങ്ങൾ ഇതിന്റെ വലിയ മലയാളിക്കന്നെ കൊടുത്തില്ല. ഞാൻ മൂപ്പരായിട്ട് സംസാരിച്ചോളാം. ഇതിന്റെ ഒക്കെ മോൾക്ക് വലിയ ആൾക്കാരുണ്ടല്ലോ. ഹോൾഡ് ചെയ്യാമോ?